പ്രിയമുള്ള ദൈവജനമേ, ഇത് പുസ്തകത്തിലോ പേപ്പറിലോ എഴുതി വെക്കേണ്ടതല്ല, ചങ്കിൽ എഴുതി വെക്കേണ്ട ക്രൈസ്തവ യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനിക്ക് മരണം നഷ്ടമല്ല, നേട്ടമാണ്. ക്രിസ്ത്യാനിക്ക് മരണം നഷ്ടമല്ല, നേട്ടമാണ്. മരണത്തെ നഷ്ടക്കണക്കിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച നമുക്കാണ് തെറ്റുപറ്റിപ്പോയത്. ഓർക്കണം, നഷ്ടപ്പെട്ടു പോയതൊക്കെ കർത്താവ് തിരിച്ചു തരുമെന്നാണ് വാഗ്ദാനം. മരണത്തെ ക്രിസ്ത്യാനി എങ്ങനെ നഷ്ടമായി കണക്കാക്കാൻ പറ്റും? യഥാർത്ഥ വിശ്വാസമുള്ള ക്രിസ്ത്യാനിക്ക്, വിശ്വാസ പ്രമാണത്തെ ബോധ്യത്തോടെ എഴുതി ചൊല്ലുന്ന ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് മരണത്തെ നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? മരണം നഷ്ടമല്ല, മരണം നേട്ടമാണ്. അതുകൊണ്ട് നഷ്ടക്കണക്കിന്റെ പുസ്തകത്തിൽ മരണത്തെ എഴുതി ചേർത്തവർ ശ്രദ്ധിക്കണേ. അവിടെ അത് വെട്ടിയിട്ട് ഇപ്പുറത്തു നേട്ടക്കണക്കിന്റെ പുസ്തകത്തിലേക്ക് മാറ്റി എഴുതണം. പ്രിയപ്പെട്ടവരുടെ മരണത്തെ അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് മരണം ക്രിസ്ത്യാനിക്ക് നേട്ടമാണ്. ആ തിരിച്ചറിവ് അതുകൊണ്ടാണെന്നേ ജോബിന് കർത്താവ് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുത്തപ്പോഴും മരണപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്താ? മരണത്തെ നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല. അതാണ് കാര്യം. മരണത്തെ നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല ദൈവം. മരണം നഷ്ടമല്ല, മരണം നേട്ടമാണ്.